രണ്ടാമത്തെ കിരീടം അടിക്കാൻ വന്ന ആസ്ട്രേലിയ സത്യം പറഞ്ഞ സൗത്ത് ആഫ്രിക്ക ഓടിച്ചെന്ന് പറയേണ്ടിയിരിക്കുന്നു. ബാവുമേയും മാക്രോവും കൂടെ ചേർന്ന് ആസ്ട്രേലിയ ഓടിച്ചു. എന്നാ കൊതിയന്മാരാടെ ആസ്ട്രേലിയ നിങ്ങൾ 2023 രണ്ട് കപ്പ് അടിച്ചില്ലയോ? ഞങ്ങൾ 1998 അടിച്ചതാ. ഞങ്ങളൊന്ന് അടിച്ചോട്ടെ. ഓടിച്ചെന്ന് പറഞ്ഞിരിക്കുന്നു. അവരുടെ ത്രിമൂർത്തികളെയൊക്കെ ഓടിച്ചു. അവരുടെ പാറ്റ് കമ്മിൻസ് എന്ന് പറഞ്ഞ സൂത്രശാലിയെ ഓടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. പാറ്റ് കമ്മിൻസ് തൻ്റെ ആഴിയിലുള്ള എല്ലാ ആവനാഴിയും എടുത്ത് പ്രയോഗിച്ചു. അവസാനം ട്രാവസ് ഹെഡിന് വരെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു രക്ഷയില്ല. അവിടെ സൂപ്പർ ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു മാക്രവും ബാവും. ഇന്നത്തെ മത്സരം അവസാനിക്കുമ്പോൾ സൗത്ത് ആഫ്രിക്ക കേവലം 69 റൺസിന് ദൂരം മാത്രമേ ഉള്ളൂ ഒരു ഹിസ്റ്ററിയിലോട്ട് നടന്നു കയറാൻ, ഒരു ചരിത്രത്തിലോട്ട് നടന്നു കയറാൻ. അതെ, ആ ചെറിയ മനുഷ്യനുണ്ടല്ലോ ബാവുമ, നടന്നു കയറുന്ന ഒരു ചരിത്രത്തിലോട്ടാന്ന് പറഞ്ഞിരിക്കുന്നു. നാളെ ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിനകത്ത് ആ ചരിത്രം നാളെ എഴുതപ്പെടും ലോർഡ്സിൻ്റെ മണ്ണിൽ കേട്ടോ. ICCയുടെ ഒരു കപ്പ് 98-ന് ശേഷം ICCയുടെ ഒരു കപ്പ് എന്തായാലും നാളെ സൗത്ത് ആഫ്രിക്ക നേടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യക്കെതിരെ കാഴ്ചവെച്ച ഒരു കളിയുണ്ടല്ലോ, 30 ബോളിൽ 30 റൺസ് ഡോസിൽ, ആ ഒരു കളി കാഴ്ചവെക്കാതിരുന്നാൽ മതി. ചരിത്രം നേടുമെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. സൂപ്പർ ഇന്നിങ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു, ഒരു രക്ഷയും. നമുക്ക് മാച്ച് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഗുഡ് ടോസ്റ്റ് വിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ടോസ് കിട്ടിയത് ബാവുമയുടെ തീരുമാനം ശരിവെക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ മൂന്നാമത്തെ ദിവസം ബോർഡർമാർ കട്ടയ്ക്ക് കൂടെ എന്ന് പറഞ്ഞിരിക്കുന്നു. റബാഡ 9 വിക്കറ്റ് എടുക്കുന്നത് കട്ടയ്ക്ക് കൂടെ. ഈ ജാൻസൺ എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നു. മുൾഡർ മനോഹരമായിട്ട് ബോൾ ചെയ്യുന്നു. ഇവരെല്ലാം കട്ടയ്ക്ക് കൂടെ ഇന്ന് മൂന്നാമത്തെ ദിവസം ഏറ്റവും നല്ല കണ്ടീഷൻ. മൂന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ലോർഡ്സിൽ ഏറ്റവും നല്ല കണ്ടീഷനാണ് ബാറ്റ് ചെയ്യാൻ. ആ ദിവസം തന്നെ ആസ്ട്രേലിയ എറിഞ്ഞൊതുക്കുന്നു. സോ മൂന്നാമത്തെ ദിവസം ഇവർ ബാറ്റ് ചെയ്തു. ഇവർക്ക് എത്തിപ്പിടിക്കേണ്ട സ്കോർ ഇവർ എത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് കേവലം 69 റൺസ് ദൂരെയുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നു. മനോഹരമായിട്ട് കളിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ബോളർമാർ സപ്പോർട്ട് ചെയ്തു. ആദ്യത്തെ ഇന്നിങ്സ് ബാറ്റർമാർ കുറച്ച് മിസ്റ്റേക്ക് ആവർത്തിച്ചു. എന്നാൽ അവരുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള മാക്രവും ബാവുമയും കൂടെ ചേർന്ന് ആ കിരീടത്തിന് വെറും 69 റൺസ് ദൂരെ കൊണ്ടുവച്ചെന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ മത്സരം നമുക്കൊന്ന് പരിശോധിക്കാം. സെഷൻ ബേസ് സെഷൻ ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ സെഷൻ ആസ്ട്രേലിയ നേടുന്നു. സൂപ്പർ പെർഫോമൻസ് എന്ന് പറഞ്ഞിരിക്കുന്നു. അൺബിലീവബിൾ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നു. ജോഷ് ഹേസിൽവുഡ് 17 റൺസ് എടുക്കുന്നത്, ഏകദേശം 56 ബോളോളം കളിച്ചു. 17 റൺസ് എടുക്കുന്നു, 2 ബൗണ്ടറി എടുക്കുന്നു. പിന്നെ മിച്ചൽ സ്റ്റാർക്ക് നമുക്കറിയാം, കഴിഞ്ഞ WTC ഫൈനലിലും ഇന്ത്യക്കെതിരെ 41 റൺസ് എടുത്തു. നിർണായകമായൊരു കളി കളിച്ചു. അതുപോലെ തന്നെ ഇവിടെ വന്ന് 56 റൺസ് എടുക്കുന്നു മിച്ചൽ സ്റ്റാർക്ക്. ഇന്നലെ നോക്കുകയാണെങ്കിൽ ജാൻസൺ കളഞ്ഞത് 17 റൺസിലാണ്. ജാൻസൺ കൊണ്ട് സ്ട്രാക്കിൻ്റെ ക്യാച്ച് കളഞ്ഞത്. ജാൻസൺ ഉണ്ടല്ലോ, നന്ദി പറയണം ബാവുമയെടുത്തും മാക്രത്തിനെടുത്തും, അല്ലെങ്കിൽ എല്ലാവരും കൂടെ നിന്നെ കൂഷിച്ചേനെ. ആ ഒരു 17 റൺസിലാണ് നീ ഇന്നലെ കൊണ്ട് കളഞ്ഞ്. പുള്ളി പിന്നെ എടുക്കുന്ന 56 റൺസാണ്. സോ മാക്രം വന്നിട്ട് ജോഷ് ഹേസിൽവുഡിൻ്റെ വിക്കറ്റ് അവിടെ എടുക്കുന്നു. 282 എന്ന് പറഞ്ഞൊരു മല പോലെയുള്ള ഒരു ടാർഗറ്റ് സൗത്ത് ആഫ്രിക്കയ്ക്ക് കൊടുക്കുന്നു. മല പോലെ ഒരു ടാർഗറ്റ് എന്ന് പറയാനുള്ള കാരണം ആദ്യത്തെ കളി 138 റൺസിന് ഔട്ടായ ഒരു ടീമാണ് സൗത്ത് ആഫ്രിക്ക. ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ബാറ്റിംഗ് ലൈനപ്പ്. സത്യം പറഞ്ഞാൽ ഇൻഎക്സ്പീരിയൻസ് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ബാവുമേ മാക്രം ഒഴിച്ച് വേറെ ആരും ആസ്ട്രേലിയൻ ബോളർമാർക്കെതിരെ കളിച്ചിട്ടില്ല ടെസ്റ്റിൽ. സോ അതൊരു ഇൻഎക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് ആവർത്തിക്കുന്ന പെർഫോമൻസാണ് കാഴ്ചവെച്ചത് ആസ്ട്രേലിയ വരുന്നു, 2 വിക്കറ്റ് എടുക്കുന്നു. ആദ്യം തന്നെ റിക്കൾട്ടനെ കൊണ്ടുപോകുന്നു സ്ട്രാക്ക്, അതുപോലെ തന്നെ മുൾഡറിനെ കൊണ്ടുപോകുന്നു. 70-2 സൗത്ത് ആഫ്രിക്ക. പിന്നെ ബാറ്റ് ചെയ്യാൻ വരുന്നു ബാവുമ, അവരുടെ ക്യാപ്റ്റൻ. 2 റൺസ് എടുത്ത് നിൽക്കുമ്പോഴത്തേനാ സ്മിത്ത് കൊണ്ട് കളഞ്ഞ ഒരു ക്യാച്ച്. എന്നെ മണ്ടത്തരമായ ഒരു ഫീൽഡിംഗ് സെറ്റപ്പ് ആകുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. സ്മിത്തും ആസ്ട്രേലിയയും കൂടെ കൊണ്ട് കളഞ്ഞ WTCയുടെ 2025 ടൈറ്റിലാന്ന് പറഞ്ഞിരിക്കുന്നു. കണ്ടിട്ട് അങ്ങനെ തന്നെ തോന്നുന്നു. 2 റൺസ് എടുത്ത് നിൽക്കുമ്പോഴത്തേനാ ബാവുമയുടെ ക്യാച്ച് കൊണ്ട് കളയുന്നത്. ഒരു റോങ് ഫീൽഡിംഗ് സെറ്റപ്പ്, അറിയാൻ വയ്യ. ഫസ്റ്റ് സ്ലിപ്പിൽ ഫീൽഡറെ ഏകദേശം 5-6 മീറ്ററോ കയറ്റി അകത്തിടുന്നു. ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ക്യാച്ച് ചെയ്യാൻ നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ഫിംഗർ ഒടിഞ്ഞ് തൂക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. വളരെ റോങ് ആയിട്ട് ഒരു ഫീൽഡിംഗ് സെറ്റപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടുന്ന് ബാവുമ അടിക്കുന്ന സ്കോർ 55 റൺസാണ്. ഏകദേശം 53 റൺസോളം ബാവുമ അവിടുന്ന് നേടി. അതോടെ മാച്ച് സത്യം പറഞ്ഞാൽ ആസ്ട്രേലിയ കൊണ്ട് കളഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നു. സ്മിത്ത് കൊണ്ട് കളഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നു. വളരെ മോശമായിട്ടുള്ള ഒരു ഫീൽഡിംഗ് സെറ്റപ്പ് അവിടെ ഇടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ മാക്രം ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. വിരാട് കോഹ്ലി പറഞ്ഞ പോലെ ഡിലൈറ്റ് ടു വാച്ച്. എന്നാ മനോഹരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു. ഒരു രക്ഷയില്ല. സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. സൂപ്പർ പെർഫോമൻസ്, ഒരു രക്ഷയില്ലാത്ത ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാ മനോഹരമായിട്ട് ബാറ്റ് ചെയ്ത് കണ്ടിരിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ മനോഹരമായ ബാറ്റിങ്. ഒരു രീതിയിലുള്ള മിസ്റ്റേക്കും ഈ പ്രാവശ്യം സത്യം പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാർ ഈ പ്രാവശ്യം കാണിച്ചില്ല. ഫസ്റ്റ് ഇന്നിങ്സിൽ അവർ കാഴ്ചവെച്ച മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവർ വളരെ ഡിഫെൻസീവായിട്ട് കളിച്ചു. ഇന്ന് നോക്കുവാണെങ്കിൽ അവർ അടിച്ച് തന്നെ കളിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് ബോൾ മുതൽ അടിച്ച് കളിച്ചു. ഏകദേശം 4.45 റൺ റേറ്റിലാണ് അവർ രണ്ടാമത്തെ ഇന്നിങ്സിൽ കളിച്ചത്. മുൾഡറും വന്ന് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ഏകദേശം 30+ റൺ മുൾഡർ എടുത്തു. 5 ബൗണ്ടറി അവിടെ അടിച്ചു. അതാ നോക്കിക്കണ്ട, 5 ബൗണ്ടറി മുൾഡർ അവിടെ എടുക്കുന്നു. സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അടിച്ച് തന്നെ കളിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. പിച്ച് നോക്കുവാണെങ്കിൽ 50-50 എന്ന് പറയാം. ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചായിട്ട് മാറി. ലോർഡ്സിലെ പിച്ച് നമുക്ക് നോക്കുവാണെങ്കിൽ ബാറ്റിംഗ് ഫ്രണ്ട്ലിയാണ് മൂന്നാമത്തെ ദിവസം. അതുപോലെ തന്നെ ഇന്ന് നോക്കുവാണെങ്കിൽ ആ ഓവർകാസ്റ്റ് കണ്ടീഷനേ ഇല്ലായിരുന്നു. നല്ല ചൂടായിരുന്നു. സോ പിച്ചിൽ ആ ഗ്രീൻ ആയിട്ടുള്ള എല്ലാ സർഫസും അങ്ങ് മാറി ഫുൾ ഡ്രൈ ആയെന്ന് പറഞ്ഞിരിക്കുന്നു. ബാറ്റർമാർക്ക് ഈസി ആയിട്ട് കളിക്കാനുള്ള ഒരു ചാൻസ് എന്തായാലും അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു ചാൻസിനെ മൂന്നാമത്തെ ദിവസത്തെ കണ്ടീഷനെ സൗത്ത് ആഫ്രിക്ക ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു.
അതാണ് ഞാൻ പറഞ്ഞ അവരുടെ ബോളർമാർ. ആസ്ട്രേലിയ രണ്ടാമത്തെ ഇന്നിങ്സിൽ എറിഞ്ഞൊതുക്കി അവരെ മൂന്നാമത്തെ ദിവസം സർവേ ചെയ്യാൻ സമ്മതിച്ചില്ല. സോ മൂന്നാമത്തെ ദിവസത്തെ അഡ്വാൻറ്റേജ് സൗത്ത് ആഫ്രിക്ക വന്ന് എടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുപോലെ തന്നെ ബാവുമ, ആ ചെറിയ മനുഷ്യൻ സത്യം പറയാൻ ഹിസ്റ്ററിയിലോട്ട് നടന്നു കയറും. എന്നാ മനോഹരമായിട്ട് ബാറ്റ് ചെയ്തെന്ന് അറിയാമോ? കാല് വയ്യ, സത്യം പറഞ്ഞ ഇഞ്ചുറിയാണ്. എന്നിട്ടും ആ മനുഷ്യൻ കളിച്ച ഒരു ഇന്നിങ്സ് സൂപ്പർ. ബാവുമ സല്യൂട്ട്, ഒരു രക്ഷയില്ല, സൂപ്പർ ഇന്നിങ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. മനോഹരമായിട്ട് കളിച്ചു. നോക്കുവാണെങ്കിൽ ഇന്ന് സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റർമാർ ഒരു രീതിയിലുള്ള മിസ്റ്റേക്കും ആവർത്തിച്ചില്ലെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. അവരിന്ന് കവർ ഡ്രൈവ് കളിക്കാൻ പോയതേ ഇല്ലെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. ഫസ്റ്റ് കളിയിൽ ഇവർ കവർ ഡ്രൈവ് കളിക്കാൻ പോയി, അവിടെ വിക്കറ്റ് കൊണ്ട് കളഞ്ഞു. ഇന്ന് നോക്കുകയാണെങ്കിൽ അവർ കവർ ഡ്രൈവ് കളിക്കാൻ പോയതേ ഇല്ല. അവർ സ്ട്രേറ്റ് കളിച്ചു, സ്ക്വയർ കട്ട് കളിച്ചു, ബോൾ കൂടുതലായിട്ട് കട്ട് ചെയ്ത് ഓഫ് സൈഡ് കളിച്ചു. ഡ്രൈവ് കളിക്കാൻ പോയതേ ഇല്ലെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. സൂപ്പറായിട്ട് ബാറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. അവർ മിസ്റ്റേക്കിൽ നിന്ന് പഠിച്ചു. അവരിന്ന് ഒരു ലക്ഷ്യമായിട്ടാണ് വന്നത്. എന്ത് സംഭവിച്ചാലും ആ സ്കോർ ചേസ് ചെയ്യും. 282 സ്കോർ ചേസ് ചെയ്യുന്നുള്ള ആ ലക്ഷ്യത്തിൽ ആ ദൃഢനിശ്ചയത്തോടെ കളിച്ചു, മനോഹരമായിട്ട് കളിച്ചു എന്ന് പറഞ്ഞിരിക്കും. വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര മോശമൊന്നുമല്ല. ആസ്ട്രേലിയൻ ബോളർമാരെ നമുക്കറിയാം, ഒരേ ചാനലിൽ തന്നെ ഹിറ്റ് ചെയ്തെറിയാൻ കഴിയുന്ന ബോളർമാരാണ്. ജോഷ് വുഡ് ആയാലും പാറ്റ് കമ്മിൻസ് ആയാലും സ്ട്രാക്ക് ആയാലും ഡേഞ്ചറസ് ബോളർമാർ തന്നെ നമുക്കറിയാം. എന്നാൽ അവരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു പ്രഷറും കൊണ്ടുവരാതെ ബ്യൂട്ടിഫുൾ ആയിട്ട് കളിച്ചു രണ്ടുപേരും. മാക്രവും ബാവുമയും കൂടെ ചേർന്ന് 143 റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പാണ് ഉണ്ടാക്കുന്നത്. 143 റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പ്, വിന്നിംഗ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നു. സൂപ്പർ പെർഫോമൻസ്. അതുപോലെ തന്നെ സ്പിന്നർമാർക്ക് നല്ല രീതിയിൽ ടേൺ കിട്ടുന്നുണ്ടായിരുന്നു. അവിടെ ട്രാവസേട്ട് എന്ന് പറഞ്ഞൊരു പാർട്ട് ടൈം ബോളർ അവിടെ വന്ന് നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നു, നല്ല രീതിയിൽ ബോൾ ടേൺ ചെയ്യുന്നുണ്ട്. പോയി ഹിറ്റ് ചെയ്തിട്ട് മണ്ണിനെയൊക്കെ ഇടിച്ചിളക്കിക്കൊണ്ടാണ് ബോൾ ടേൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ നേതൻ ലയണും നല്ല മനോഹരമായിട്ട് ടേൺ ചെയ്യിപ്പിച്ചു. എന്നാൽ അവർ ദൃഢനിശ്ചയമായിട്ടുള്ള ബാറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നു. അവരെ അവിടെ പിടിച്ചു നിർത്തി കെയർഫുള്ളായിട്ട്, വാച്ച്ഫുൾ എന്ന് പറഞ്ഞിരിക്കുന്നു. ഓരോ ബോളും നോക്കി കളിച്ചു. പന്ന ബോൾ അവർ അറ്റാക്ക് ചെയ്ത് കളിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. സൂപ്പർ ഇന്നിങ്സ്, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. പാറ്റ് കമ്മിൻസ് എല്ലാ ആവനാഴിലെ എല്ലാ അമ്പും വാരി വിതറി എന്ന് പറഞ്ഞിരിക്കുന്നു. ലാസ്റ്റ് പാർട്ട് ടൈം ബോളറായ ട്രാവസേഡിനെ കൊണ്ടുവന്നു, വെബ്സ്റ്ററിനെ കൊണ്ടുവന്നു, എല്ലാം നോക്കി. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. പാറ്റ് കമ്മിൻസും ആവുന്നതെല്ലാം പയറ്റി നോക്കി. എന്ന ചരിത്രം ഈ പ്രാവശ്യം സൗത്ത് ആഫ്രിക്കയിലോട്ടാണ് പോകുന്നത്. ദിസ് ടൈം സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നൊരു പാട്ടുണ്ടല്ലോ, ആ ഒരു ചരിത്രം ആവർത്തിക്കാൻ പോകുന്ന സൂപ്പർ പെർഫോമൻസ്. ഒരു രക്ഷയില്ല കേട്ടോ മാക്രം ബാവുമയുടെ പെർഫോമൻസ്. നാളെ ഈ കപ്പ് സൗത്ത് ആഫ്രിക്കയുടെ ആയിരിക്കും. നമ്മളെ കൊണ്ട് കളയാതിരുന്നാൽ മതി. സൗത്ത് ആഫ്രിക്കയുടെ ജയിച്ചെന്ന് പറയാൻ പറ്റും. സൗത്ത് ആഫ്രിക്ക അതുപോലത്തെ ഒരു ടീമാണ്. സോ എല്ലാവിധ ആശംസകളും. സൗത്ത് ആഫ്രിക്ക സൂപ്പർ പെർഫോമൻസ്. മാക്രം ആൻഡ് ബാവുമ ക്യാപ്റ്റൻ. സല്യൂട്ട് ബാവുമ.